ഹേ എവ്രി വൺ. യൂഷ്വലി ഒരു വണ്ടിയുടെ ടോപ്പ് വേരിയന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡ്രൈവ് റിവ്യൂ ഒക്കെ ആയിട്ടായിരിക്കും ഡ്രൈവ് ഓപ്പസ് എപ്പോഴും വരിക. പക്ഷേ ഇന്നൊരു ഡിഫറെൻറ്റ് വീഡിയോ ആണ്. സിട്രോയിൻ C3Xന്റെ ബേസ് വേരിയന്റ് ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. സോ ഈ വണ്ടിയിൽ എന്തൊക്കെയുണ്ട്, എന്തെല്ലാം ഫീച്ചേഴ്സ് ഈ വണ്ടിയിലുണ്ട്, നിങ്ങൾക്ക് ഈ വണ്ടി വാങ്ങിക്കുന്ന വർത്താണോ, എല്ലാം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. വെൽക്കം ബാക്ക് ടു ഡ്രൈവ് ഓപ്പസ്. നമുക്കിന്ന് ഈ വീഡിയോക്കായി വണ്ടി തന്നിട്ടുള്ളത് EVM സിട്രോയിൻ ട്രിവാൻഡ്രം ഷോറൂമിൽ നിന്നാണ്. നിങ്ങൾക്ക് ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം, നേരിട്ട് കാണണം, ഇതിന്റെ പ്രൈസ് ഒക്കെ അറിയണം എന്നുണ്ടെങ്കിൽ അവരുടെ ഷോറൂമായി ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യും. ഞാൻ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം കമന്റ്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. സോ ഡു ചെക്ക്. എന്തുകൊണ്ടാണ് ഈ ബേസ് വേരിയന്റ് ഞാൻ എടുത്ത് കാണിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പുതിയ വണ്ടി വാങ്ങാൻ പ്ലാൻ ചെയ്യുന്ന ഒരാൾക്ക് ബഡ്ജറ്റ് വലിയൊരു ഘടകമാണ്. സോ സിട്രോയിന്റെ എൻട്രി സെഗ്മെന്റ് കാറായ C3Xന്റെ തന്നെ ഏറ്റവും ബേസ് വേരിയന്റ് നിങ്ങളെ കാണിക്കണം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ C3Xന്റെ ഒരു ബേസ് വേരിയന്റുമായി ഇന്ന് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ ഇതിന്റെ എക്സ്റ്റീരിയർ ഡിസൈനിൽ നിന്ന് തുടങ്ങാം. സിട്രോയിന്റെ ഡിസൈൻ ലാംഗ്വേജ് എപ്പോഴും ഒരു സിഗ്നേച്ചർ ഉണ്ട്. ഈ ബേസ് വേരിയന്റ് പോലും നമുക്ക് ആ ലുക്ക് കാണാം. ഡബിൾ ഷെവറോൺ ലോഗോ ഗ്രില്ലുമായി ചേർന്ന് നിൽക്കുന്നത് വളരെ ഭംഗിയുണ്ട്. വണ്ടിക്ക് അതൊരു ഐഡന്റിറ്റി നൽകുന്നുണ്ട്. ഹെഡ്ലൈറ്റ് യൂണിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഹാലജൻ സെറ്റപ്പ് ആണ്. ഹൈ ബീമും ലോ ബീമും അത്യാവശ്യം നല്ല ത്രോ ഈ വണ്ടി ഓഫർ ചെയ്യുന്നുണ്ട്. ബമ്പറിന്റെ താഴെയായി ഫോഗ് ലാമ്പിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് ബേസ് വേരിയന്റ് ആയതുകൊണ്ട് ഫോഗ് ലാമ്പ് കമ്പനിയായി കൊടുക്കുന്നില്ല. ഇതിലെ ബോണറ്റ് ലൈനുകളൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വണ്ടിക്ക് ഒരു മസ്കുലർ ഫീല് ലൈൻസ് കൊടുക്കുന്നുണ്ട്. വൈപ്പർ ക്വാളിറ്റി, വിൻഷീൽഡ് ഏരിയ, ഇതെല്ലാം ഈ ക്ലാസ്സിലെ മറ്റ് വണ്ടികളുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ മികച്ചതാണ്. സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് ഫ്രണ്ടിലാണ്. ബ്ലാക്ക് മിറേഴ്സ് ആണ് വരുന്നത്. ഓട്ടോ ഫോൾഡിംഗ് കൺട്രോൾസ് ഒന്നുമില്ല, മാനുവലി തന്നെ ഓപ്പറേറ്റ് ചെയ്യണം. സൈഡിലേക്ക് വരുമ്പോൾ ബ്ലാക്ക് കളർ ഡോർ ഹാൻഡ്സ് ആണ് വരുന്നത്. ടയർ സൈസ് 195/65 R15 ആണ് വരുന്നത്. വീൽ കവേഴ്സ് വരുന്നില്ല. ഒരു ആക്സസറീസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും നല്ല ഹൈറ്റും ഈ വണ്ടിക്ക് വരുന്നുണ്ട്. റിയർ വ്യൂ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ബൾബ് ഇൻഡിക്കേറ്റർ, ബൾബ് ലൈറ്റ്സ് ഒക്കെയാണ് ബാക്കിൽ വരുന്നത്. കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലാണ് പെട്രോൾ ടാങ്ക് വരുന്നത്. അത്യാവശ്യം സൈഡ് ലുക്കൊക്കെ നല്ല ഭംഗിയായി തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് കീ ഫോബ് വരുന്നത്. ടോപ്പ് വേരിയന്റിൽ വരുന്ന അതേ കീ ഫോബ്, ലോക്ക് അൺലോക്ക് എല്ലാം വരുന്നുണ്ട്. ഇതൊരു ഫ്ലിപ്പ് കീ ആണ്. സോ നമുക്കിനി അകത്തേക്ക് കയറാം. ഇതൊരു ബേസ് വേരിയന്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഒന്നും ഇതിനകത്ത് ആഡ് ആയിട്ടില്ല. പക്ഷെ എന്നാലും വണ്ടിയിൽ കയറിയിരിക്കുമ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലസ്റ്ററൊക്കെ ഒന്ന് ഓണാക്കാം. നമുക്കൊരു ഡിജിറ്റൽ ക്ലസ്റ്റർ ആണ് ഇതിനകത്ത് വരുന്നത്. ഫുള്ളി ഡിജിറ്റൽ ക്ലസ്റ്റർ ആണ്. അതിനകത്ത് അത്യാവശ്യം എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഫ്യൂൽ ഇൻഡിക്കേഷൻ, സ്പീഡോമീറ്റർ, ട്രിപ്പ് A, ട്രിപ്പ് B, എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വൈപ്പർ കൺട്രോൾസ് എല്ലാം ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. നമുക്കതിലെ ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. റൈറ്റ് സൈഡിൽ നമുക്ക് ഹെഡ്ലൈറ്റ് ഇൻഡിക്കേറ്റർ കൺട്രോൾസ് എല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഒരു ടച്ച് ഫീലിംഗ് ഉള്ള ഒരു ലെവേഴ്സാണ്. ഇതാണ് ഹോൺ സൗണ്ട്. റൈറ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ വിൻഡോ കൺട്രോൾസ് വരുന്നുണ്ട്. ഫ്രണ്ട് 2 ഫ്രണ്ട് 2 വിൻഡോസിൻ്റെതാണ് നമുക്ക് സ്വിച്ചസ് വരുന്നത്. ബാക്കിലത്തെ നമുക്കൊരു മാനുവൽ വൈൻഡർ ആണുള്ളത്. AC വെൻസ് ഒക്കെ അത്യാവശ്യം നല്ല ഡിസൈനാണ്. മാനുവൽ ORM കൺട്രോൾസ് ആണ് വരുന്നത്. താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഹെഡ്ലൈറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് സ്വിച്ചസ് വരുന്നുണ്ട്. മാനുവൽ വണ്ടിയുടെ പെഡൽസ് ഇതാണ്. ഡോർ പോക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്പീക്കറിനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇതാണ് സീറ്റ് കൺട്രോൾസ്. സൺവൈസർ നമുക്ക് 2 സൈഡിലും മിറേഴ്സ് വരുന്നില്ല. IRVM മാനുവൽ കൺട്രോൾസ് ആണ്. ഇതാണ് ഇൻറ്റീരിയർ ലൈറ്റ്. നമുക്കിനകത്ത് സ്റ്റീരിയോ ഒന്നും വരുന്നില്ല. AC കൺട്രോൾസ് എല്ലാം മാനുവൽ കൺട്രോൾ ആണ് വരുന്നത്. നല്ലൊരു ടച്ച് ഫീഡ്ബാക്ക് ഉള്ള ഒരു മാനുവൽ കൺട്രോളാണ് AC-ക്ക് വരുന്നത്.
ഒരു 12 വാട്ട് ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം ഫോണൊക്കെ വെക്കാൻ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ മാനുവൽ ഗിയർ ലിവർ. നല്ലൊരു ഡിസൈനിലുള്ള ഒരു ഗിയർ ലിവറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതിൻ്റെ പാർക്കിംഗ് ബ്രേക്ക്, അതിൻ്റെ തൊട്ട് താഴെ കുറച്ച് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിലായിട്ട് ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫോണൊക്കെ വേണമെങ്കിൽ അവിടെ ജസ്റ്റ് പ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ കോയിൻസ് ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു സ്പേസാണ്. ഡാഷ്ബോർഡിൻ്റെ ഡിസൈൻ അത്യാവശ്യം നല്ല നീറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ ഒരു സ്പേസ് ഉണ്ട്. പിന്നെ ഗ്ലൗ ബോക്സ് ഇതാണ്. അത്യാവശ്യം ഫയൽസൊക്കെ വെക്കാൻ പറ്റും. നമുക്ക് റിയർ സീറ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. സോ റിയർ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു വൈഡ് ഓപ്പണിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. മാനുവൽ വൈൻഡിങ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക്. ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിന് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തേക്കാണ്. എൻ്റെ ഹൈറ്റിന് അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ ഉള്ള ഒരു ലെഗ് സ്പേസ് ഇത്തിരി കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ ഞാൻ ഈ ഫ്രണ്ട് സീറ്റ് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ടായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതും കൂടെ കാണിച്ചു തരാം. ബാക്കിൽ നമുക്കൊരു ഫിക്സഡ് ഹെഡ് റെസ്റ്റ് ആണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് മാനുവൽ വൈൻഡിങ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കിവിടെ ഡോർ പോക്കറ്റിൽ കുറച്ച് സ്പേസ് ഉണ്ട്. പിന്നെ സ്പീക്കറിനുള്ളൊരു സ്പേസും കൊടുത്തിട്ടുണ്ട്. റിയർ ബൂട്ട് ഇതാണ്. ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. സോ ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ബൂട്ട് സ്പേസ് ഇതിനകത്ത് സിട്രോൻ കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലായിട്ട് ഹുക്ക് കൊടുത്തിട്ട് സാധനങ്ങളെല്ലാം ഹോൾഡ് ചെയ്യാൻ അവിടെ സ്ഥലമുണ്ട്. പിന്നെ താഴെ നമുക്കൊരു സ്പെയർ വീൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സെയിം സൈസ് സ്പെയർ വീലാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഫ്രണ്ട് സീറ്റിലേക്ക് നോക്കാം. സീറ്റ് കംഫോർട്ടൊക്കെ വളരെ നന്നായി തന്നെ സിട്രോൻ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഡാഷ്ബോർഡ് ഡിസൈൻ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് വളരെ ക്ലാസ് ഡിസൈനാണ് കൊടുത്തിട്ടുണ്ട്. ബേസ് വേരിയൻ്റ് ആണെങ്കിലും ഡാഷ്ബോർഡ് ഡിസൈൻസ് അതൊക്കെ കുറച്ച് പ്രീമിയം ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ ഹുഡ് ഒന്ന് തുറന്നു നോക്കാം. ഹുഡ് ഓപ്പണിംഗ് ലോഗോയുടെ ജസ്റ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. ഓക്കെ, ഇതിൽ വരുന്നത് 1.2 നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണ് ഇപ്പോൾ ഉള്ളത്. ഇതിനൊരു ടർബോ വേരിയന്റ് കൂടെ ഉണ്ട്. അത്യാവശ്യം മൈലേജ് ഒക്കെ നോക്കുന്നവർക്ക് ഇതിന്റെ 1.2 നാച്ചുറലി ആസ്പിറേറ്റഡ് നോക്കാം. വെൽ ഡിസൈൻഡ് ആയിട്ടുള്ളൊരു എഞ്ചിൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ ഹെഡ്ലൈറ്റും ലൈറ്റ്സും എല്ലാം ഓൺ ആക്കിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ളതും കൂടെ കാണിച്ചു തരാം. വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കാം. ഓക്കെ, ഞാൻ ഈ ലൈറ്റ് ഇട്ടിട്ട് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഹാലോജൻ ആണെങ്കിൽ കൂടി അത്യാവശ്യം നല്ലൊരു ത്രോ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. ഇനി ഇതിലൊരു ആക്സസറി പാക്കേജ് ഉണ്ടെന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. സോ അത് ടോട്ടൽ കോസ്റ്റ് വരുന്നത് 48,000 ആണ്. സോ 48,000 എന്തെല്ലാം ഫീച്ചേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു തരാം. ഫോഗ് ലാമ്പും ആ ക്രോം ഫിനിഷിങ്ങും ഒക്കെ വരുന്നുണ്ട് ഒരു ആക്സസറി ആയിട്ട്. പിന്നെ വീൽ കവർ വരുന്നുണ്ട്, നല്ലൊരു ഡിസൈനിലുള്ള വീൽ കവർ. ആൻഡ് ഡോർ സൈഡിൽ ആ ഒരു ക്രോം ഫിനിഷ് വരുന്നുണ്ട്. ഇൻഫർടൈൻമെന്റ് സിസ്റ്റം വരുന്നുണ്ട്. 2 സ്പീക്കർ വരുന്നുണ്ട്. ആൻഡ് സീറ്റ് കവേഴ്സ് ഒക്കെ അത്യാവശ്യം നല്ലൊരു ഡിസൈനിലുള്ള സീറ്റ് കവറും വരുന്നുണ്ട്. പിന്നെ ബാക്കിൽ താഴത്തെ റിഫ്ലക്ടറിന്റെ അവിടെയുള്ള ഒരു ക്രോം ഫിനിഷിങ്ങും. ഇത്രയുമാണ് നമുക്ക് ഇതിനകത്ത് ഒരു ആക്സസറി ലൈവ് പാക്കേജിനകത്ത് വരുന്നത്. അപ്പൊ ഇതൊക്കെയാണ് സിട്രോയിൻ C3Xന്റെ ബേസ് വേരിയന്റ് വിശേഷങ്ങൾ. കുറഞ്ഞ ചെലവിൽ വലിയൊരു വണ്ടി സ്വന്തമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ബേസ് വേരിയന്റ് കൺസിഡർ ചെയ്യാം. അല്ലാത്തവർക്ക് ഇതിന്റെ ടർബോ വേരിയന്റ് കൺസിഡർ ചെയ്യാം. ടർബോ വേരിയന്റിന്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആൻഡ് POV ഡ്രൈവ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ചെക്ക്ഔട്ട് ചെയ്യാം. ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ EVM സിട്രോയിൻ ട്രിവാൻഡ്രം ഷോറൂമായി കോൺടാക്ട് ചെയ്യാൻ ഞാൻ അവരുടെ ഡീറ്റെയിൽസ് കമന്റ്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. സോ ഡു ചെക്ക് ഔട്ട്. സോ വീഡിയോ കണ്ടതിന് നന്ദി. വണ്ടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കാം. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഡ്രൈവ് സബ്സ്ക്രൈബ് ചെയ്യുക. സോ വീണ്ടും കാണാം. ഡ്രൈവ് സേഫ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ. ബൈ.